ദൈവനാമത്തിൽ മഹത്വമുണ്ടായിരിക്കട്ടെ. എൻ്റെ പേര് പ്രസന്ന, വയനാട്ടിൽ നിന്ന് വരുന്നു. ഇതെൻ്റെ മക്കളായ സ്നേഹ, നേഹ, സ്നേഹിത്ത്. ഞാൻ ആദ്യമായിട്ട് ഇവിടെ ഉടമ്പടി എടുത്തിരിക്കുന്നത് 2023 ജനുവരി 18 ആയിരുന്നു. ആ ഉടമ്പടിയിലൂടെ ഞാൻ എന്തായാലും പരിശുദ്ധമായ ഈ അൽത്താര മുന്നിൽ 2 സാക്ഷ്യം പറയാൻ ദൈവം എന്നെ അനുഗ്രഹിച്ചതിന് നന്ദി പറഞ്ഞുകൊണ്ട് ഇപ്പോഴെൻ്റെ 7ാമത്തെ പുതുക്കലാണ്. അപ്പോൾ ഈ പുതുക്കലിലും എൻ്റെ കുടുംബമായിട്ട് ആദ്യമായിട്ടാണ് ഞാൻ ഈ അൾത്താര വന്ന് സാക്ഷ്യം പറയുന്നത്. എൻ്റെ ഏറ്റവും വലിയ സാക്ഷ്യം 1ാമത്തേൽ ഞാൻ വെച്ചിരിക്കുന്നത് ഒരു ഭവനത്തിന് വേണ്ടിയിട്ടായിരുന്നു. എനിക്ക് 7 വർഷമായിട്ട് ഭർത്താവില്ല. ഈ 3 കുഞ്ഞുങ്ങളും ഞാനുമാണ് എൻ്റെ കുടുംബം. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പം എനിക്കൊരു ഭവനത്തിന് വേണ്ടി ആദ്യമായിട്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. 7 പുതുക്കിയിട്ടും എനിക്ക് ഭവനമൊന്നും ആയില്ലെന്ന്. എന്നാലും ഞാൻ ഉടമ്പടി 90 കഴിയുമ്പോഴത്തേക്കും ഉടനെ ഇവിടെ വന്ന് പുതുക്കും. ഒരു 5-6 ദിവസം വിട്ടു നിൽക്കുമ്പോൾ വിഷമമാണ്. അങ്ങനെ പുതുക്കി അങ്ങനെ നിൽക്കുമ്പോഴാണ് എല്ലാവരും പറഞ്ഞത് ജോസഫ് അച്ഛനെ കാണണം ഒരാഗ്രഹം. പക്ഷേ അച്ഛനെ കാണാൻ എൻ്റെ കയ്യിൽ ഒരു പ്രൂഫും ഇല്ല. വീടിനൊരു സ്ഥലമോ രേഖകളോ ഒന്നും ഇല്ലാണ്ട് അച്ഛനെ കാണാൻ പറ്റില്ല. അച്ഛനെ കാണാൻ വേണ്ടിയിട്ട് പിന്നെ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ ഒരിക്കൽ എനിക്ക് അച്ഛനെ കാണാൻ പറ്റി. ഫെബ്രുവരി 12 ഞാൻ അച്ഛനെ വന്നു കണ്ടു. അച്ഛനോട് ചോദിച്ചപ്പോൾ അച്ഛൻ ചോദിച്ചു എന്തെങ്കിലും കയ്യിൽ തെളിവ് പ്രൂഫുകൾ ഉണ്ടോയെന്ന് ചോദിച്ചു. ഞാൻ 2 കൈയും മലർത്തി അച്ഛനെ കാണിച്ചു. അപ്പോൾ അച്ഛൻ ചോദിച്ചു നിനക്ക് ഒന്നുമില്ലേ മോളേന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇല്ല അച്ഛാ, സ്ഥലമില്ലേ? ഇല്ലയെന്ന്. സ്ഥലവും വീടും ഒന്നുമില്ലെന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ എന്നെ കുറേ നേരം നോക്കി തലയെ കൈവച്ച് പ്രാർത്ഥിച്ച ശേഷം വീണ്ടും മാതാവിൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിച്ച് തിരിച്ചു വന്നിട്ട് എന്നോട് പറഞ്ഞു നീ പ്രാർത്ഥിച്ചാൽ മതി, നിനക്ക് ഭവനത്തിന് വേണ്ടി ദൈവം ഒരു ദൂതനെ അയച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം എന്തായാലും അച്ഛൻ പറഞ്ഞ എന്ത് കാര്യങ്ങളും അത് നടക്കും. അതെനിക്ക് സ്ഥലമില്ലെങ്കിലും പൈസ ഇല്ലെങ്കിലും അത് നടക്കുന്ന പൂർണ്ണ വിശ്വാസത്തോടെ ആ ദൂതൻ ആരാണോ എന്താണോ എന്ന് എനിക്കറിയില്ല. എന്നിരുന്നാലും 3 മണി വെളുപ്പെന്ന സമയത്ത് 1 ദിനവൃത്താന്തം 4:10 എന്ന വചനത്തിൽ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ദൈവമേ, അങ്ങ് എന്നെ അനുഗ്രഹിച്ച് എൻ്റെ അതിരുകൾ വിസ്തൃതമാക്കണമേ. അങ്ങയുടെ കരം എന്നോട് കൂടെ ആയിരിക്കുകയും വിപത്തുകളിൽ നിന്നും കാത്തുകൊള്ളുകയും ചെയ്യണമേ. അപ്പോൾ എന്നെ അനുഗ്രഹിക്കുന്ന ഉപരി എന്നെ സഹായിക്കുന്ന ആ ദൂതനെ അങ്ങ് അനുഗ്രഹിക്കണമേ എന്ന് വെച്ചായിരുന്നു ഞാൻ പ്രാർത്ഥിച്ചിരുന്നത്. അങ്ങനെ എൻ്റെ ഒരു സുഹൃത്ത് വഴി ഒരു വൈദികൻ, ഞാൻ കോട്ടയത്ത് 7 വർഷമായി, ഞാൻ വയനാട്ടാണെങ്കിലും കോട്ടയത്ത് ഒരു 5 വർഷം ഒരു വീട്ടിൽ നിന്ന് ജോലി ചെയ്യുമായിരുന്നു. ഞാൻ വീട്ടുജോലിയാണ് ചെയ്യുന്നത്. കുഞ്ഞുങ്ങൾ ബോർഡിങ്ങിലുമായിരുന്നു. അങ്ങനെ നിൽക്കുമ്പം ഞങ്ങൾ 7 വർഷമായിട്ട് ഞങ്ങൾ ഒരുമിച്ചിട്ട് ഒരിക്കലും ഒന്നിനും കൂടാറില്ല. എൻ്റെ ഒരു ബന്ധു വീട്ടിൽ എൻ്റെ കുഞ്ഞുങ്ങളെ ഞാൻ കൊണ്ടുവിടും. ജോലി സ്ഥലത്ത് ഒരു 2-3 ദിവസം അവധി കിട്ടും, ജോലിക്ക് കയറും. അങ്ങനെയായിരുന്നു. അങ്ങനെ നിൽക്കുമ്പോഴാണ് സ്വന്തമായിട്ട് കുഞ്ഞുങ്ങളുടെ കൂടെ ഒരു 2 വർഷമെങ്കിലും നിൽക്കണം എന്നൊരാഗ്രഹത്തോടാണ് ഒരു വീടിന് വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിച്ചിരുന്നത്. അതിൻ്റെ ഫലമായി എൻ്റെ ഒരു കൂട്ടുകാരിയിൽ നിന്ന് ഒരു വൈദികൻ എന്നെ സഹായിക്കാമെന്ന് പറഞ്ഞു. കഴിഞ്ഞ ആഴ്ചയിൽ ആ വൈദികൻ പറഞ്ഞു സ്വന്തമായിട്ടൊരു ഭവനത്തിന് വേണ്ടി പെട്ടെന്ന് എനിക്ക് ചെയ്യാൻ ഒന്നും പറ്റിയില്ല. എന്നാലും പ്രസന്നയ്ക്കും കുഞ്ഞുങ്ങൾക്കും നിൽക്കാൻ വേണ്ടി ഞാൻ വാടകയ്ക്ക് ഒരു വീട് തരപ്പെടുത്തിയിട്ടുണ്ട്. വാടകയും എല്ലാം എല്ലാ ചിലവും അച്ഛൻ തന്നെ വഹിച്ചോളാം, പ്രസന്ന കുടുംബമായിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞു. കഴിഞ്ഞ ഞായറാഴ്ചയാണ് ഞങ്ങൾ ആ ഭവനത്തിലേക്ക് പോയത്. പഴയ വീടാണെങ്കിലും ഞങ്ങൾക്കത് സ്വർഗ്ഗമാണ്. ഞങ്ങൾ 4 പേരും ഒരുമിച്ച് 7 വർഷങ്ങൾക്ക് ശേഷം സ്വന്തം എന്ന് പറയാൻ അങ്ങനെ ഒരു ഭവനം ഞങ്ങൾക്കൊരു വൈദികൻ വഴി കിട്ടി. അതിന് ദൈവമാതാവിനോടും ഈശോയോടും നന്ദി പറയുന്നു. ആ ഭവനത്തിലേക്ക് ഞാൻ കയറി ചെല്ലുമ്പോൾ എൻ്റെ കയ്യിൽ ഒരു സ്പൂണ് പോയിട്ട് ഒരു മൊട്ട് സൂചി പോലും ഉണ്ടായിരുന്നില്ല. ആ ഭവനത്തിലേക്ക് ഒരു കുടുംബത്തിൽ ആവശ്യത്തിൽ എന്തൊക്കെ വേണോ അതിലേറെ സാധനങ്ങളെല്ലാം പുതിയത് തന്നെ വാങ്ങിത്തന്ന് ഞങ്ങൾക്ക് ആ ഭവനത്തിലേക്ക് സന്തോഷത്തോടെ കയറുവാൻ പറ്റി. അപ്പം അച്ഛൻ്റെ കൈവെപ്പ് പ്രാർത്ഥനയിലൂടെയും അച്ഛൻ പറഞ്ഞ ആ ദൂതന് വേണ്ടി ആ ഒരു സന്ദേശമായിരുന്നു എനിക്ക് പ്രാർത്ഥിക്കാൻ കൂടുതൽ പ്രചോദനമേകിയത്. അതിന് പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. ഇതെൻ്റെ മൂത്ത മകൾ സ്നേഹ. ഞാൻ പറഞ്ഞല്ലോ ജീവിത പ്രശ്നങ്ങളൊക്കെ ആയത് കാരണം ഇവർ ഓർഫനേജിലായിരുന്നു. പഠിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. 10ാം ക്ലാസ്സിലായിരുന്നപ്പോൾ എല്ലാ പ്രാവശ്യം ക്ലാസ് ടെസ്റ്റിനായിക്കോട്ടെ മോഡൽ എക്സാമിന് വരെ 10ാം ക്ലാസ്സിൽ പരീക്ഷയുടെ ആ സമയത്ത് ടെസ്റ്റ് കിട്ടുന്ന സമയത്ത് 10ൽ താഴെ മാത്രമായിരുന്നു മാർക്ക്. 2, 3 മാർക്കൊക്കെ മേടിച്ച് ക്ലാസ് ടീച്ചേഴ്സ് എപ്പോഴും എന്നോട് പറയും. പക്ഷേ എനിക്കത് കേൾക്കുമ്പോൾ സങ്കടം ഉണ്ടായില്ല. എനിക്ക് ഒന്നും ഉറപ്പുണ്ടായിരുന്നു. എൻ്റെ മകളും പറയും അമ്മ ഉടമ്പടി എടുത്തതല്ലേ, ജോസഫ് അച്ഛൻ കൈവച്ച് പ്രാർത്ഥിച്ചാൽ ഞാൻ പൂർണ്ണമായിട്ട് ജയിക്കും, ഈ ആൾത്താര മുന്നിൽ എനിക്ക് സാക്ഷ്യം പറയാൻ പറ്റുമെന്ന്. അത് ഒരു ഉറപ്പോടെ ഇവിടെ വന്നു. അച്ഛനെ കണ്ടു. അച്ഛൻ്റെ കൈവെപ്പ് പ്രാർത്ഥന, അച്ഛൻ കാശുരൂപം കൊടുത്തു. അതിനുപരിയായി ഞാൻ കൂടത്തിലില്ലാത്തതുകൊണ്ട് ഉടമ്പടി തൈലമൊന്നും എനിക്ക് കൊടുക്കാൻ പറ്റിയില്ല. ആ സമയം പരീക്ഷയുടെ സമയമായപ്പോൾ ഞാൻ ജപമാല ചൊല്ലി എൻ്റെ നെറ്റിയിൽ ഇടവും വലവും കുരിശ് വരച്ച് പരീക്ഷ എഴുതുന്ന എല്ലാ മക്കൾക്ക് വേണ്ടി ഞാൻ ജപമാല ചൊല്ലുമായിരുന്നു. മകളാണെങ്കിൽ ഉപ്പും കൊണ്ടുപോയി പരീക്ഷ ഹാളിലിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു.
അത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി പറയട്ടെ, അത്ഭുതമെന്ന് പറയട്ടെ, 5 A+ഉം 1 Aയും ബാക്കി Bയും തന്ന് 91% മാർക്കോട് കൂടി SLC പരീക്ഷയിൽ ഉന്നത വിജയം തന്ന് പരിശുദ്ധ അമ്മയ്ക്കും തിരുകുമാരനും കോടാനുകോടി നന്ദി. അതുപോലെ എൻ്റെ രണ്ടാമത്തെ മകളാണ് നേഹ. അവൾ ഓർഫനേജിലായിരുന്നപ്പോൾ എന്നോട് എപ്പോഴും പറയും, അമ്മ എൻ്റെ കാലിന് വേദനയാണ്, കാലിൻ്റെ അടിയിൽ കുരുവുണ്ട് എന്ന്. പക്ഷെ ഇവരുടെ കൂടത്തിൽ നിൽക്കുന്നതുകൊണ്ട് ഞാനത് നോക്കാറില്ല. ഞാൻ പറയും ചെരുപ്പിൻ്റെ എന്തെങ്കിലും പ്രശ്നമായിരിക്കും എന്നൊക്കെ പറയും. അങ്ങനെ ഈ പ്രാവശ്യം ഞാൻ എൻ്റെ ബന്ധുവീട്ടിൽ പോയി, അങ്ങനെ ഞാൻ ഇവരുടെ കൂട്ടത്തിൽ വന്ന് ജപമാല ചൊല്ലുമ്പം ഇവൾ കുനിഞ്ഞിരുന്ന് പിന്നെ വെച്ച് കാലിനടിയിൽ കുത്തുന്നു. അപ്പം ഞാൻ ചോദിച്ചു, നീ എന്തിനാ ഇത് ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോൾ ജപമാല കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കിയപ്പോഴാണ് ഒരു കാലിൽ 5ഉം ഇപ്പുറത്തെ കാലിൽ 3ഉം ആണിയാണ്. പക്ഷേ എനിക്ക് ആണി എന്താണെന്നറിയില്ല, ഞാൻ വിചാരിച്ചെന്തോ കുരുവാണെന്ന്. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ പ്രായമായ അമ്മച്ചിയും അപ്പച്ചനും ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, ഇവളുടെ കാലിൻ്റെ അടിയിൽ നിറച്ചും അരിമ്പാറ വന്നിട്ടുണ്ട്, എന്താ അറിയില്ല എന്ന്. അപ്പോൾ അവർ നോക്കിയപ്പോൾ പറഞ്ഞു, ഇത് അരിമ്പാരയല്ല, ഇത് ആണി രോഗമാണ്, ഇതൊരിക്കലും മാറില്ല, ഇതൊരു പകർച്ചവ്യാധിയാണ്, കാല് നിറച്ചും വരും, നടക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ശരിയാണ്, ഇവർക്ക് നടക്കാൻ ബുദ്ധിമുട്ടാണ്, എന്തോ ഒരു വൈകല്യമുള്ള പോലെയൊക്കെയാണ് നടക്കുന്നത്. പക്ഷെ എനിക്കറിയില്ലായിരുന്നു. അന്നേരം ഞാൻ പിന്നെ ചോദിച്ച്, എന്താ ഇതിന് പ്രതിവിധി? അന്നേരമാണ് ആശുപത്രിയിൽ പോയി കീറിയെടുക്കണമെന്ന്. അപ്പോൾ അന്നേരം എൻ്റെ മനസ്സിൽ, ഞങ്ങൾ ജപമാല ചൊല്ലി ആ സമയമായിരുന്നു, എൻ്റെ മനസ്സിൽ അന്നേരം തോന്നി, എന്തിനും ഞാൻ ആശുപത്രിയിൽ പോകണം, ക്യാൻസറിനെ പോലും മാറ്റുന്ന ഉടമ്പടി തൈലവും ഉപ്പും നമ്മുടെ കയ്യിലുള്ളപ്പോൾ എന്തിനും ഞാൻ വേറെ ആരെ ആശ്രയിക്കണം? ഞാൻ അന്നേരം തന്നെ ഈ 2 കാലിലും വിശുദ്ധ കുരിശ് വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി എല്ലാ ആണിയിലും ഉടമ്പടി തൈലവും ഉപ്പും പുരട്ടി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി കൃത്യം 21ാമത്തെ ദിവസത്തിൽ ഒരു പാടുപോലുമില്ലാതെ ആ ആണി മൊത്തമായിട്ട് ഊരിപ്പോയിട്ടുണ്ട്. അത് ഇവളുടെ കയ്യിൽ ഇടയ്ക്കൊക്കെ കിട്ടുകയും ചെയ്ത് ഇപ്പോൾ ഒരു പാട് പോലും ആ കാലിനടിയിലില്ല. അതിന് ഞാൻ അന്നേരം പ്രാർത്ഥിച്ചത്, മാതാവിനോട് പ്രാർത്ഥിച്ചത്, അമ്മേ, നിൻ്റെ മകൻ 3 ആണികളാൽ തറയ്ക്കപ്പെട്ടപ്പോൾ എത്ര വേദന അനുഭവിച്ചു, പക്ഷെ എൻ്റെ ഈ മകളും അനുഭവിക്കുന്നുണ്ട്. പക്ഷേ അതിന് മുന്നേ നീ ഉയർത്തെഴുന്നേറ്റപ്പോൾ ആ ആണികളൊന്നും ഇല്ലാണ്ടാണ് ഈശോ ഉയർത്തെഴുന്നേറ്റത്. അതുപോലെ ഈ ഉടമ്പടി തൈലം ഞാൻ വിശ്വാസത്തോടെ തേക്കുന്നു. അത് എൻ്റെ മകളുടെ കാലിൽ നിന്നും മൊത്തമായിട്ട് ഈശോ അത് എടുത്തു മാറ്റണം. അമ്മയെ അതെനിക്ക് കാണിച്ചു തരണം. കാരണം എനിക്ക് ഇവിടെ വന്ന് സാക്ഷ്യം പറയാനുള്ളതാണ്. ഒരു ആണിരോഗം മാറിയ സാക്ഷ്യം ഈ ആൾത്താരയിൽ പറഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു. അതിന് അനുവദിച്ച പരിശുദ്ധ അമ്മയ്ക്കും തിരുകുമാരനും കോടാനുകോടി നന്ദി പറയുന്നു. പിന്നെ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത്, ഞാൻ വീടുകളിൽ ജോലി ചെയ്യുന്നതുകൊണ്ട് എനിക്ക് അങ്ങനെ പുറത്തിറങ്ങി പത്രം കൊടുക്കാനോ അങ്ങനെയൊന്നും പറ്റില്ലായിരുന്നു. എന്നിരുന്നാലും ഞാൻ ഇവിടെ നിന്ന് പോകുമ്പോൾ 2ഉം 3ഉം കെട്ടും പത്രം കൊണ്ടുവന്ന സമയത്ത് ഉടമ്പടി ഉപ്പ് ഞാൻ സിപ്ലോ കവറിലാക്കി സ്റ്റാപ്ലെയർ ചെയ്തും പത്രം കൊടുക്കും. അതുപോലെ തന്നെ പ്രത്യക്ഷരണ പ്രാർത്ഥനയും വിശ്വാസ പ്രമാണം ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് പത്രം തനിച്ചായിട്ട് ഞാൻ കൊടുക്കില്ല. എല്ലാവരും അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് എന്താണ് ഇതെന്നറിയില്ല. ഞാൻ ഓരോരുത്തർക്ക് പറഞ്ഞ് ഞാൻ കൊടുക്കും. കൃപാസനത്തിൽ ഇങ്ങനെ ഒരു മാതാവുണ്ട്, അവിടെ പോയി പ്രാർത്ഥിച്ചാൽ എന്തും നടക്കും. മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. അവിടെ സാധിക്കുന്നതാണ് കൃപാസനം. അവിടെ പോയി നിങ്ങൾ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞിട്ട് പത്രം വെറുതെ ഞാൻ കൊടുക്കാറില്ല. എന്നും ഇവിടുന്ന് വാങ്ങിച്ചുകൊണ്ട് പോയി അച്ഛൻ്റെ ധ്യാനം കൂടി എല്ലാ പത്രത്തിലും വിശുദ്ധ കുരിശ് തൈലം കൊണ്ട് വരച്ചിട്ടാണ് എല്ലാവർക്കും പത്രം കൊടുക്കുന്നത്. അത് പറഞ്ഞിട്ടും ഓരോ പത്രം കൊടുക്കുമ്പോൾ ഇവിടുത്തെ ഉടമ്പടി വസ്തുക്കളും ഞാൻ കൊടുക്കാറുണ്ടായിരുന്നു. ഉപ്പായാലും പ്രത്യക്ഷണ പ്രാർത്ഥനയും ഇല്ലെങ്കിൽ മാതാവിൻ്റെ ഫോട്ടോ ഇതിലേതെങ്കിലും സ്റ്റാപ്ലെയർ ചെയ്തിട്ടാണ് ഞാൻ കൊടുക്കുക. ഒന്നും കൊടുക്കാൻ ചിലപ്പോൾ ഇവിടെ വരുമ്പോൾ എനിക്ക് എന്തെങ്കിലും മേടിക്കാൻ പൈസ ഇല്ലെങ്കിൽ അന്നേരം ഞാൻ എൻ്റെ ഫോൺ നമ്പർ എഴുതി വെക്കും. അന്നേരം അവർ ഈ പത്രം മേടിക്കുന്നവർ അത് മേടിച്ച് എന്നെ വിളിച്ച് ചോദിക്കും, ചേച്ചി ഇതെവിടെയാണ്, എന്താണ് സംഭവം എന്ന്. അങ്ങനെയും എനിക്ക് അനേകരെ ഇവിടെ വന്ന് ഉടമ്പടി എടുപ്പിക്കാൻ എനിക്ക് സാധിച്ചു. അതുപോലെ തന്നെ മറ്റൊരു പ്രേക്ഷിത പ്രാർത്ഥന ചെന്ന് എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ ഓർത്ത് നിൽക്കുമ്പോഴാണ് എൻ്റെ മനസ്സിലൊരു തോന്നൽ. അങ്ങനെ ഞാനൊരു സഞ്ചാരി മാതാവ് എന്നിട്ടൊരു വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങി. ആ ഗ്രൂപ്പിൽ നിന്നും ഒരു 10 പേര് ഈ ആൾത്താര മുന്നിൽ വലിയൊരു സാക്ഷ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് ദൈവം എന്നെ അനുഗ്രഹിച്ചു. അക്രൈസ്തവരായ അനേകം മക്കളുണ്ട്. അവർക്ക് ജപമാല ചൊല്ലുവാനോ പ്രാർത്ഥിക്കുവാനോ ബൈബിൾ വായിക്കുവാനോ വചനം വായിക്കുവാനോ ഒന്നും അറിഞ്ഞിരുന്നില്ല. പക്ഷേ അവരെയൊക്കെ ഞാൻ എൻ്റെ സഹോദരന്മാരെ ചേർത്ത് വെച്ച പോലെ ഓരോന്നും പറഞ്ഞു കൊടുത്തും ജപമാലകൾ എങ്ങനെ ചൊല്ലണം, കൊന്ത എങ്ങനെ ചൊല്ലണം എന്നെല്ലാം പറഞ്ഞു കൊടുത്ത് ഇപ്പോഴും ആ ഗ്രൂപ്പ് സജീവമായി പോയിക്കൊണ്ടിരിക്കുന്നു. ഗൂഗിൾ മീറ്റ് വഴിയിലൂടെയാണ് ഞങ്ങൾ പ്രാർത്ഥനയൊക്കെ ചൊല്ലുന്നത്. അനേകം മക്കൾക്ക് അതിലൂടെ സൗഖ്യവും ആശ്വാസവും കിട്ടുന്നുണ്ട്. അങ്ങനെയാണ് എൻ്റെ വേറൊരു പ്രേക്ഷിത പ്രവർത്തനം. അതുപോലെ എൻ്റെ ആത്മീയ ജീവിത വളർച്ച എന്ന് പറഞ്ഞാൽ ഞാനും ഓർഫനേജിലായിരുന്നു.
അപ്പോൾ അന്ന് മുതൽ ഞാൻ പള്ളിയിൽ പോവും, ജപമാല ചൊല്ലും, എല്ലാം ചെയ്യും. ആദ്യം ജോലിക്ക് നിൽക്കുന്നിടത്ത് എല്ലാ ദിവസവും പള്ളിയിൽ പോയിട്ടാണ് ഞാൻ ജോലി ചെയ്തിരിക്കുന്നത്. ചില വീടുകൾ മാറുമ്പോൾ പള്ളിയിൽ പോകാൻ പറ്റില്ല. എന്നിരുന്നാലും ഞായറാഴ്ചത്തെ കുർബാന ഞാൻ മുടക്കില്ലായിരുന്നു. അക്രൈസ്തവയാണെങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈശോയും മാതാവിനെയും. എൻ്റെ അപ്പായും അമ്മയും, കാരണം എനിക്ക് മാതാപിതാക്കളില്ലാത്തതുകൊണ്ട് എൻ്റെ അമ്മയും അപ്പയാണ് എൻ്റെ ഇടവും വലവും നിൽക്കുന്നത്. ഇതെനിക്ക് ദാനമായി തന്ന കുഞ്ഞുങ്ങളും. ഇവരെ നന്നായി കൊണ്ടുപോകാൻ ഞാൻ പ്രാർത്ഥനാ ജീവിതത്തിൽ ആത്മീയമായിട്ട് എന്നെ ഈശോ ഒരുപാട് വളർത്തിയിട്ടുണ്ട്. ബൈബിൾ വചനങ്ങൾ കാണാണ്ട് പഠിക്കുവാനും മറ്റുള്ളവർക്ക് പ്രാർത്ഥനാ സഹായം ചോദിച്ചു വരുമ്പോൾ ഓരോ ബൈബിൾ വചനങ്ങൾ എനിക്ക് പറഞ്ഞു കൊടുക്കാൻ ആത്മീയതയിൽ എന്നെ വളർത്തിയിട്ടുണ്ട്. ബൈബിൾ അരമണിക്കൂർ വായിക്കും. അതിലേറെയും വായിക്കാനാണ് ഇഷ്ടം. പക്ഷെ പണിക്കൂടുതലൊക്കെ ആയതുകൊണ്ട് ഞാൻ വായിക്കും. അഥവാ വായിക്കാൻ സമയം കിട്ടിയില്ലെങ്കിൽ എന്ത് പണി ചെയ്യുവാണെങ്കിലും വിശ്വാസ പ്രമാണമോ ബൈബിൾ വചനങ്ങളോ പറഞ്ഞുകൊണ്ടാണ് ഞാൻ എൻ്റെ പണി ചെയ്യുന്നത്. കാരുണ്യപ്രവൃത്തി എന്ന് പറയുന്നത്, ഞാൻ വയനാട്ടിലായതുകൊണ്ട് അവിടെ ഒരു അനാഥാലയമുണ്ട്, അമ്മച്ചിമാർ താമസിക്കുന്നത്. അവരുടെ അടുക്കൽ പോയി ഞാനും എൻ്റെ മക്കളും പോയി അവരുടെ അടുത്ത് ഒത്തിരി നേരം സംസാരിക്കും. അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ സംസാരിച്ച് അതുപോലെ സിസ്റ്ററിനോട് ചോദിച്ചിട്ട് പോകും, എന്താ സിസ്റ്ററെ വേണ്ട. ആദ്യമൊക്കെ അരിയും സാധനം കൊണ്ട് കൊടുക്കുമ്പോൾ അവർ പറയും, ഫുഡ് കുറേ പേര് നിങ്ങൾ ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായി എല്ലാവരും കൊണ്ടു തരുന്നുണ്ട്, അത് വേണ്ട മകളെ. അങ്ങനെ ഞാൻ നിത്യോപയോഗ സാധനങ്ങൾ, സോപ്പോ പിന്നെ ഡെറ്റോള് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ വാങ്ങിച്ച്, മോപ്പ്, ക്ലീൻ ചെയ്യുന്നത് ലിക്വിഡൊക്കെ വാങ്ങിച്ച് അങ്ങനെ കൊണ്ട് കൊടുത്ത് അവരുടെ കൂടെ ഇരുന്ന് ഭക്ഷണം അവർക്ക് ഉണ്ടാക്കി കൊടുക്കുവാനും അവരുടെ കൂട്ടത്തിലിരുന്ന് ഭക്ഷണം കഴിക്കുവാനും ഒരു ജപമാല അവരുടെ കൂടെ ഇരുന്ന് ചൊല്ലുവാനും എനിക്ക് സാധിച്ചു.